ഹലോ ഗൈസ്, മല്ലു ക്രിക്കറ്റ് സോൺ എന്നുള്ള നമ്മുടെ ഈ ഒരു പുതിയ ചാനലിലേക്ക് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഹാർദ്രമായ സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ജെനുവിൻ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളൊരു താല്പര്യത്തോടു കൂടി തുടങ്ങിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വാട്ട് എ കം ബാക്ക് ബൈ RCB. യജാതി തിരിച്ചുവരവാണ് RCB നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 6 കളികൾ പരാജയപ്പെട്ടതിന് ശേഷം കിടിലൻ 3 വിജയങ്ങൾ അവർ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ തകർപ്പൻ വിജയം തന്നെയാണ് RCB സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. 4 വിക്കറ്റ് ഗംഭീര വിജയം. ട്വിസ്റ്റുകളുടെ ഒരു ആറാട്ട് തന്നെയായിരുന്നു മത്സരത്തിലുടനീളം നമ്മൾ കണ്ടു കഴിഞ്ഞത്. പവർ പ്ലേയിൽ 92 റൺസ് അടിച്ചു കൂട്ടിയ ശേഷം 6 വിക്കറ്റ് നഷ്ടത്തിൽ 117 എന്ന നിലയിൽ കൂട്ടത്തകർച്ച നേരിടുന്ന RCB ആണ് നമ്മൾ പിന്നീട് കണ്ടത്. ലിറ്റിലിന്റെ പ്രകടനമൊക്കെ നമ്മൾ ഇവിടെ എടുത്തു പറയണം. തുടക്കത്തിലൊക്കെ അദ്ദേഹം അല്പം എക്സ്പെൻസീവ് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത്? 4 വിക്കറ്റുകൾ തുടരെ വീഴ്ത്തുന്ന ലിറ്റിലിനെയും അതുപോലെ നൂർ അഹമ്മദിന്റെ ഒക്കെ ഗംഭീര ബൗളിംഗ് പ്രകടനം. പക്ഷേ 148 റൺസ് എന്നുള്ള ഗുജറാത്ത് ടൈറ്റൻസ് അടിച്ച ചെറിയൊരു വിജയ ലക്ഷ്യം വെറും 13.4 ഓവറിൽ തന്നെ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് RCB മറികടന്നിരിക്കുന്നു. RCBക്കായി ഓപ്പണർമാരായിട്ടുള്ള ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിസും അതുപോലെ കിങ് വിരാട് കോഹ്ലിയും ചേർന്ന് 5.5 ഓവറിൽ അടിച്ചു കൂട്ടിയത് 92 റൺസ് ആണ്. 18 പന്തിൽ 50 തികച്ച ഫാഫ് ഡു പ്ലസിസ് 23 പന്തിൽ 10 ഫോറും 3 സിക്സറും സഹിതം 64 റൺസ് എടുത്താണ് പുറത്താവുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ഫുൾ ട്വിസ്റ്റുകളാണ് കാണുന്നത്. തൊട്ടടുത്ത ഓവറിൽ വെറും 3 പന്തിൽ 1 റണ്ണ് മാത്രം എടുത്തു നിൽക്കുന്ന വിൽ ജാക്സിനെ സ്പിന്നർ നൂർ അഹമ്മദ് പറഞ്ഞേക്കുന്നു. ആവേശം വിനിയായതോടുകൂടെ രജത് പട്ടീദാറും 3 പന്തിൽ 2 റൺസ് മാത്രം എടുത്ത് പുറത്തായി. പിന്നീടത്തെ ഗ്ലെൻ മാക്സ്വെലിന് അദ്ദേഹത്തിന് ഈ ഒരു സീസണിലുടനീളം കണ്ടെത്താൻ സാധിക്കാതെ പോയ ഒരു ഫോം ഉണ്ടല്ലോ, അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. 3 പന്തിൽ 4 റൺസ് മാത്രം എടുത്ത ഗ്ലെൻ മാക്സ്വെലിനെയും അതുപോലെ തന്നെ 2 പന്തിൽ 1 റണ്ണ് മാത്രം എടുത്ത കാമറോൺ ഗ്രീനെയും ഒക്കെ ജോഷ് ലിറ്റിൽ പറഞ്ഞേക്കുകയായിരുന്നു. അവരൊക്കെ വന്ന പോലെ തന്നെ മുട്ടുമടക്കിക്കൊണ്ട് മടങ്ങുകയായിരുന്നു. അതുവരെ കിടിലൻ സ്ട്രൈക്ക് റേറ്റോടുകൂടെ മുന്നേറി കളിച്ച വിരാട് കോഹ്ലി പിന്നീട് സമ്മർദ്ദത്തിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വിരാട് കോഹ്ലി 27 പന്തിൽ 42 റൺസ് എടുത്തുകൊണ്ടാണ് മടങ്ങിയത്. നൂർ അഹമ്മദിനായിരുന്നു അദ്ദേഹം വിക്കറ്റ് സമ്മാനിച്ചത്. അങ്ങനെ സമ്മർദ്ദത്തിന്റെ പടുകുയിലേക്ക് വീണു പോകുമോ എന്ന് കരുതിയ സമയത്താണ് ദിനേശ് കാർത്തിക് വരുന്നത്. പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിനിഷർ റോൾ അദ്ദേഹം ഗംഭീരമായി തന്നെ നിർവഹിക്കുന്നു. അതെ, സ്വപ്നിൽ സിംഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് DK RCB വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇരുവരും 14-ാം ഓവറിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ DK 12 പന്തിൽ 21 റൺസും സ്വപ്നിൽ സിംഗ് 9 പന്തിൽ 15 റൺസുമായി പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റാർ സ്പിന്നർ റാഷിദ് ഖാനെതിരെ സ്വപ്നിൽ സിംഗ് സിക്സർ അടിച്ചുകൊണ്ടാണ് മത്സരം ഫിനിഷ് ചെയ്യുന്നത്. ഏതായാലും പ്ലേ ഓഫിൽ പോലും എത്താൻ യാതൊരു സാധ്യതയും കാണാത്ത RCB 6 തുടർ പരാജയങ്ങൾക്ക് ശേഷം 3 കിടിലൻ വിജയങ്ങൾ സ്വന്തമാക്കി അതിശക്തമായി തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ 8 പോയിന്റാണ് RCBക്ക് ഉള്ളത്. 7ാം സ്ഥാനത്തേക്ക് അവർ ചേക്കേറിയിരിക്കുന്നു. അതെ, 10ാമതിരുന്ന ടീമാണ്. ഇപ്പോൾ അവർ 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് 7ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശരിക്കും പണികിട്ടിരിക്കുന്നത് MIക്കും അതുപോലെ ഗുജറാത്ത് ടൈറ്റൻസിനുമാണ്. GT ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് വീണു പോയിട്ടുണ്ട്. MI ആവട്ടെ 10ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്ന വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ.